നമസ്കാരം. ക്യൂ മലയാളം UK ന്യൂസിലേക്ക് സ്വാഗതം. ഗവൺമെന്റിന്റെ റെന്റേഴ്സ് റിഫോം ബില്ലിന് എംപിമാരുടെ അംഗീകാരം. സെക്ഷൻ 21 പ്രകാരമുള്ള കാരണം കാണിക്കാതെയുള്ള പുറത്താക്കൽ നിയമവിരുദ്ധമാകുന്നത് കോടതി നടപടികൾ പൂർത്തിയാകുന്നതുവരെ നീട്ടിവെക്കാനുള്ള ഭേദഗതി ഉൾപ്പെടെയാണ് പാസാക്കിയത്. കടുത്ത വിമർശനം ഉയർന്നെങ്കിലും എംപിമാരിൽ ഭൂരിപക്ഷവും ബില്ലിനെ അനുകൂലിച്ചു. ഇതോടെയാണ് ബിൽ പാസായത്. 2023 ലണ്ടൻ ഹൈക്കമ്മീഷന് നേരെ ഉണ്ടായ ആക്രമണത്തിന് UK നിവാസിയെ NIA അറസ്റ്റ് ചെയ്തു. UKയിലെ ഹൗൺസ്ലോയിലെ ഇന്ദർപാൽ സിംഗ് ഗാബ എന്ന പ്രതിയെ ഡൽഹിയിൽ എത്തിച്ചപ്പോൾ ഇയാൾക്കെതിരെ നേരത്തെ പുറപ്പെടുവിച്ച ലുക്കൌട്ട് സർക്കുലറിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തത്. ക്രിമിനൽ അതിക്രമം നടത്തുകയും ഇന്ത്യൻ പതാകയെ അനാദരിക്കുകയും പൊതുമുതൽ നശിപ്പിക്കുകയും ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരെ പരിക്കേൽപ്പിക്കുകയും ചെയ്ത 50-അംഗ സംഘമാണ്. ആക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ 2023 മെയ് മാസത്തിൽ NIA സംഘം UK സന്ദർശിച്ചു. ലണ്ടൻ ആക്രമണത്തിലെ കുറ്റവാളികളെ കണ്ടെത്താനും ഇന്ത്യയിലും വിദേശത്തുമുള്ള കുറ്റവാളികളെയും അവരുടെ കൂട്ടാളികളെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും അറസ്റ്റ് ചെയ്യാനും തങ്ങൾക്ക് ഒരു വഴിയുമില്ല എന്ന് NIA നേരത്തെ പറഞ്ഞിരുന്നു. ആക്രമണത്തിൽ ഉൾപ്പെട്ട പ്രതികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അടങ്ങിയ ഡിജിറ്റൽ ഡേറ്റയും റെയ്ഡിൽ പിടിച്ചെടുത്തിരുന്നു. മാനസിക സമ്മർദ്ദത്തിന്റെ പേരിൽ ഇംഗ്ലണ്ടിലെ നഴ്സുമാർ കഴിഞ്ഞ വർഷം ശരാശരി ഒരാഴ്ച അവധിയെടുത്തിരുന്നതായി കണക്കുകൾ. കുറഞ്ഞ വേതനവും ജീവനക്കാരുടെ കുറവും ഉൾപ്പെടെയുള്ള നഴ്സുമാർ അവരുടെ ജോലിയിൽ അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവരുടെ മാനസിക ആരോഗ്യത്തെ തകരാറിലാക്കുകയും പലരും ജോലി ഉപേക്ഷിക്കാൻ കാരണമാവുകയും ചെയ്യുന്നുവെന്ന് NHS കണക്കുകൾ വെളിപ്പെടുത്തുന്നു. NHS ഇംഗ്ലണ്ട് ഡേറ്റ അനുസരിച്ച് നഴ്സുമാരും ആരോഗ്യ സന്ദർശകരും 2023 ആകെ 16,70,275 ദിവസം സമ്മർദ്ദത്തിന്റെ പേരിൽ അവധിയെടുത്തതായി കാണിക്കുന്നു. ഇംഗ്ലണ്ടിൽ 34,709 ഒഴിവുകളാണ് നഴ്സിംഗ് മേഖലയിലുള്ളത്. 2022-23 കാലയളവിൽ UKയിൽ രജിസ്റ്റർ ചെയ്ത 12,000-ലധികം നഴ്സുമാർ നിലവിലെ പ്രൊഫഷണൽ സ്റ്റാറ്റസിന്റെ സർട്ടിഫിക്കറ്റിനായി അപേക്ഷിച്ചിട്ടുണ്ട്. ഇത് നഴ്സിംഗ് വേതനം കൂടുതലുള്ള US, ഓസ്ട്രേലിയ തുടങ്ങിയ മറ്റ് രാജ്യങ്ങളിൽ ജോലി ചെയ്യാൻ അനുവദിക്കുന്നു. 2018-19 കാലയളവിനെ അപേക്ഷിച്ച് ഇത് 4 ഇരട്ടി കൂടുതലാണ്. പാസ്പോർട്ടുകൾ സ്കാൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഗേറ്റുകൾ നിശ്ചലമായതോടെ യാത്രക്കാർ ദുരിതത്തിൽ. ഇന്നലെ ഉച്ചയോടെ ബോർഡർ ഫോഴ്സിന്റെ ഇലക്ട്രോണിക് പാസ്പോർട്ട് കൺട്രോൾ ഗേറ്റുകൾ ചില സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് പണിമുടക്കിയതോടെ ഹീത്രൂ, ഗാറ്റ്വിക്, മാഞ്ചസ്റ്റർ, ലൂട്ടൺ, സ്റ്റാൻസ്റ്റഡ് എന്നീ വിമാനത്താവളങ്ങളിലെല്ലാം നീണ്ട ക്യൂ പ്രത്യക്ഷപ്പെട്ടു. രാജ്യത്തെ ഇലക്ട്രോണിക് ഗേറ്റുകളെ ബാധിച്ച സാങ്കേതിക പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കുന്നതിനായി നടപടികൾ സ്വീകരിക്കുമെന്ന് ഹോം ഓഫീസ് വക്താവ് എക്സ്പ്രസ് UKയോട് പറഞ്ഞു. യാത്രക്കാർക്ക് നേരിട്ട അസൗകര്യത്തിൽ ഹോം ഡിപ്പാർട്ട്മെന്റ് ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ടുകൾ അനുസരിച്ച് സാങ്കേതിക പിഴവുകൾ വലിയൊരു പരിധിവരെ പരിഹരിച്ചുവെങ്കിലും ഇപ്പോഴും മിക്ക വിമാനത്താവളങ്ങളിലും നീണ്ട ക്യൂ ദൃശ്യമാണ്. യാത്രക്കാരെ എത്രയും പെട്ടെന്ന് പരിശോധനകൾ പൂർത്തിയാക്കി പുറത്തുവിടാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. സ്കോട്ടിഷ് ഫസ്റ്റ് മിനിസ്റ്റർ ഹംസ യൂസഫിനെതിരെ അവിശ്വാസ പ്രമേയം. സ്കോട്ടിഷ് പാർലമെന്റിൽ അവിശ്വാസ പ്രമേയത്തെ അനുകൂലിക്കുമെന്ന് ഭരണകക്ഷിയുടെ സഖ്യകക്ഷിയായിരുന്ന സ്കോട്ടിഷ് ഗ്രീൻസ് പ്രഖ്യാപിച്ചതോടെ ഹംസ യൂസഫിന്റെ ഭാവി അനിശ്ചിതത്വത്തിൽ ആയിരിക്കുകയാണ്. സഖ്യകക്ഷികളെയും പ്രതിപക്ഷത്തെയും ഞെട്ടിച്ചുകൊണ്ട് 2021 നിക്കോള സ്റ്റർജൻ സ്കോട്ടിഷ് ഗ്രീൻസുമായി ഉണ്ടാക്കിയ കരാറിൽ നിന്നും പിൻവാങ്ങുകയാണെന്ന് ഹംസ യൂസഫ് പ്രഖ്യാപിച്ചത്. നിലവിൽ പാർലമെന്റിൽ കേവല ഭൂരിപക്ഷത്തിന് 2 സീറ്റുകൾ കുറവാണ് SNPക്ക്. അവിശ്വാസ പ്രമേയത്തിലെ വോട്ടെടുപ്പിൽ ഇരുപക്ഷവും സമനിലയിലെത്തിയാൽ പ്രിസൈഡിംഗ് ഓഫീസറുടെ കാസ്റ്റിംഗ് വോട്ടായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക. മുൻ ഗ്രീൻ MPയായ അലിസൺ ജോൺസ്റ്റോൺ ആണ് പ്രിസൈഡിംഗ് ഓഫീസർ. NHSൽ ചികിത്സ ലഭ്യമാകാത്തതിനാൽ 1 മാസം പ്രായമുള്ള ആൺകുഞ്ഞിന് റോമിൽ വിദഗ്ധ ചികിത്സ നൽകി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി വ്യക്തിപരമായി ഇടപെട്ടാണ് തുടർ ചികിത്സ ലഭ്യമാക്കിയത്. ബ്രിട്ടീഷുകാരനായ കുട്ടിയുടെ പിതാവ് ഇറ്റാലിയൻ വംശജനാണ്. ഇദ്ദേഹം ഇറ്റാലിയൻ പ്രധാനമന്ത്രിയോട് നടത്തിയ സഹായ അഭ്യർത്ഥനയോടെയാണ് നടപടികൾ വേഗത്തിലാക്കിയത്. ബ്രിസ്റ്റോൾ മേക്കർ ഹോസ്പിറ്റലിൽ പ്രവേശിക്കപ്പെട്ടിരുന്ന കുട്ടിക്ക് അവിടെ ചികിത്സ ലഭ്യമല്ലാത്തതിനെ തുടർന്നാണ് ഇറ്റലിയിലേക്ക് കൊണ്ടുപോകേണ്ടതായി വന്നത്. കുട്ടികൾക്കു വേണ്ടിയുള്ള റോമിലെ പ്രത്യേക ആശുപത്രിയായ സാമ്പിനോ ഗനുവിൽ കുട്ടിക്ക് ഇരട്ട ശസ്ത്രക്രിയകൾ നടത്തിയതായാണ് റിപ്പോർട്ടുകൾ. ദേശീയ സുരക്ഷ തകർക്കാൻ വിദേശ രാജ്യങ്ങൾ ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റികളെ ലക്ഷ്യമിടുന്നതായി MI5. ബ്രിട്ടന്റെ ദേശീയ ഇന്റലിജൻസ് വിഭാഗമായ MI5 ആണ് മുന്നറിയിപ്പ് നൽകിയത്. 24 പ്രമുഖ യൂണിവേഴ്സിറ്റികളിലെ വൈസ് ചാൻസലർമാർക്ക് സുരക്ഷാ വകുപ്പുകളും സർക്കാരും വ്യാഴാഴ്ച ഭീഷണിയെക്കുറിച്ച് വിശദീകരണം നൽകിയിട്ടുണ്ട്. സ്വന്തം സൈന്യത്തെയും സമ്പദ് വ്യവസ്ഥയും ഉത്തേജിപ്പിക്കുന്നതിന് വിദേശ രാജ്യങ്ങൾ അത്യാധുനിക ഗവേഷണങ്ങൾ ലക്ഷ്യമിടുന്നതായി യൂണിവേഴ്സിറ്റികൾക്ക് മുന്നറിയിപ്പ് നൽകി. അതേസമയം ഒരു രാജ്യത്തെയും ഇക്കാര്യത്തിൽ നേരിട്ട് പരാമർശിച്ചിട്ടില്ല. ഫണ്ടിങ്ങിന്റെ സുതാര്യത മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രക്രിയകൾ, പ്രധാന യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥർക്ക് സെക്യൂരിറ്റി ക്ലിയറൻസ് നൽകൽ, യൂണിവേഴ്സിറ്റിക്കുള്ളിൽ ഗവേഷണ സുരക്ഷാ ശേഷി വികസിപ്പിക്കുന്നതിനുള്ള ഫണ്ടിംഗ് ഓപ്ഷനുകൾ എന്നിവ ഉൾപ്പെടുത്തി കൂടുതൽ സുരക്ഷാ നടപടികൾക്ക് ഒരുങ്ങുകയാണ് സർക്കാർ.
കേരളത്തിൽ കനത്ത പോളിംഗ്, പ്രതീക്ഷയിൽ 3 മുന്നണികളും. പ്രമുഖ നേതാക്കൾ എല്ലാം രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. സിനിമാ താരങ്ങളും രാവിലെ തന്നെ വോട്ട് ചെയ്തവരിൽ ഉൾപ്പെടുന്നു. പല ബൂത്തുകളിലും രാവിലെ വോട്ടിംഗ് യന്ത്രത്തിന് തകരാർ കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്ന് വോട്ടിംഗ് യന്ത്രം മാറ്റി പ്രശ്നം പരിഹരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടമായ ഇന്ന് 12 സംസ്ഥാനങ്ങളിലെ 68 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. വോട്ടെണ്ണൽ ജൂൺ 4-ന്. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.